ഞാൻ ദീപായസ് പണിക്കർ. അപ്പോൾ എനിക്ക് പറയാനുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഞാനിവിടെ എൻ്റെ കൂടെ ഉണ്ട് മുക്കും കണ്ടിട്ടുണ്ട് നമ്മൾ ഒരു നേരമേ കഴിക്കുന്നുണ്ടെന്നുള്ളത്. അപ്പം ഞാൻ ചോദിക്കുന്നത്, പണ്ട് മുതലേ ഇങ്ങനെ നമ്മൾ അങ്ങോട്ട് നമ്മൾ മംഗലാപുരത്ത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അന്ന് മംഗലാപുരത്ത് താമസിക്കുമ്പോഴേ LLBക്ക് പഠിക്കുമ്പോൾ നല്ല ശരിക്കും ബിരിയാണിയും ബീഫ് ബിരിയാണിയും ഒക്കെ ഒരു ദിവസവും ഒരു ബീഫ് ബിരിയാണി തിന്നിരിക്കുമായിരുന്നു. എന്നിട്ട് ഒരു കുഴപ്പം അവിടെ വെച്ച് വന്നില്ല. ഇങ്ങോട്ട് വരുമ്പോഴായിരുന്നു അങ്ങ് മോന്ത ചാടുന്നത് ഈ വെറും ചോറ് തിന്നുമ്പം. അപ്പോഴേ ഇപ്പോഴും അങ്ങനെ തന്നെയാണ്. എന്തുവാണെന്ന് അറിയത്തില്ല ഇത്ര വലിയ ചാടിക്കാൻ. ഇത്ര ചാടിക്കുന്നത്? ഞാൻ ജലജയെന്ന് പറയുന്നവളും ഉള്ള അവളുമാരും എല്ലാം ചക്ക രാവിലെ ബ്രേക്ക്ഫാസ്റ്റ്, പിന്നെ 11 ചക്കയും ചീനിയും കഞ്ഞിയും കുഞ്ഞിയും, പിന്നെ ഉച്ചയ്ക്ക് നല്ല ശരിക്ക് അടിച്ച് കയറ്റും, പിന്നെ വൈകിട്ടും ചായയുടെ കൂടെ അതും ഇതും. നമ്മൾ ചായയൊന്നും കുടിക്കുന്നില്ല കേട്ടോ. പിന്നെ രാത്രിയിലും എല്ലാം തിന്നുന്ന അവളുമാരുടെ മുഖമൊന്നും ചാടുന്നില്ല. നിൻ്റെ ഒന്നും വീട്ടിലുള്ളവരുടെയും ചാടുന്നില്ലോടി. നീ പണ്ട് മുതലേ പറഞ്ഞതാ. എന്താ മുഖം അങ്ങ് ചാടി, കവളങ്ങ് ചാടി. എന്തോ തിന്നിട്ടടി എൻ്റെ കവളിത്ര ചാടാൻ? നീയൊക്കെ തിന്നുന്നതിൻ്റെ പകുതിയുടെ പകുതി ഞാൻ തിന്നുന്നില്ല, പിന്നെ എന്തോ തിന്നിട്ടടി ഇത്ര ചാടാൻ? എന്തോ ഈ ചാടിക്കുന്നത് മനസ്സിലാവുന്നില്ല. കിഡ്നിയിലോട്ട് അടിച്ച് വാട്ടർ റിറ്റൻഷൻ ക്രിയേറ്റ് ചെയ്ത് എന്തോ ചാടിക്കുക എന്നും ആർക്കും മനസ്സിലാവത്തില്ലെന്നോ നിൻ്റെ ഒന്നും വിചാരം? നിൻ്റെ മക്കൾ പഠിച്ച പോലെ പഠിച്ചതല്ല. ജലജയുടെയൊക്കെ മക്കൾ പഠിച്ചത് എങ്ങനെയാണെന്ന് എനിക്ക് നല്ലപോലെ അറിയാം. അവൾ പുറകിന് നടക്കുകയായിരുന്നു എന്തോ സയൻസും പറഞ്ഞുകൊണ്ട്. നീ ഓർക്കുന്നില്ലയോ നിൻ്റെ മൂത്ത മോനെ പഠിപ്പിച്ചതൊക്കെ? അവൻ എന്നാ അക്ഷരം പഠിച്ചതെന്ന് നിനക്കറിയാമോടി? എനിക്ക് നല്ലപോലെ അറിയാം. അവൻ 2ാം ക്ലാസ്സിലും 1ാം ക്ലാസ്സിലും 3ാം ക്ലാസ്സിലും 4ാം ക്ലാസ്സിലായപ്പോഴും അവന് മലയാളാക്ഷരം അറിയത്തില്ലായിരുന്നു. അങ്ങനെയല്ലയോ നിൻ്റെ മക്കൾ പഠിച്ചത്? അവൻ എന്തോ പാസ്സായെന്ന് അവൻ്റെ സർട്ടിഫിക്കറ്റ് കണ്ടാലറിയാം കറക്റ്റായിട്ടുള്ളത്. എന്തോ പാസ്സായതാണ് നിൻ്റെ മൂത്തവനൊക്കെ. അങ്ങനെ നടന്ന 3rd rate ബാസ്റ്റേഡ്സ് എന്നെ ഇതാക്കുന്നോ? കുറേ എണ്ണം ഉണ്ടിങ്ങനെ എൻ്റെ പുറകിന് നടന്ന്. എന്തുവാ വേണ്ടത്? LLB ഡിഗ്രി വെച്ച് എന്തുവാ ജോബ് ലോസ് ഇൻഷുറൻസ് വേണോ എന്നെക്കൊണ്ട്? അല്ലാത്ത കൊന്നേച്ച് ഇൻഷുറൻസ് വേണോ? എന്തുവാ വേണ്ടത് നിനക്കൊക്കെ? എൻ്റെ അച്ഛനെ കൊന്ന് നീ അവിടെ നിർത്തി കൊന്ന് എൻ്റെ അച്ഛന് കുറേയൊക്കെ കൊടുത്ത് കൊന്നേച്ച് നീ ഇപ്പം എൻ്റെ മേലത്തോട്ട് കയറുവാന്ന് എൻ്റെ കൊച്ചിൻ്റെയും. അന്നോട് ഈ വലിയത്തെ അവളുമാരെല്ലാം കൂടെ ക്രിമിനലുകൾ, ഇവിടെ കുറേ ക്രിമിനലുകളുമായിട്ട് സദാനന്ദ മന്ദിരത്തെ കുറേ അവന്മാരെയും കൊണ്ട് രാജമ്മയെന്ന് പറയുന്ന അവൾ കുറേ നടത്തി. അവൾക്ക് എന്തുവാ തുമ്പോന്തേശത്തുള്ള പൊലേമാരെല്ലാം വിളിച്ച് വീട്ടിൽ കയറ്റിക്കൊണ്ട് നടക്കുകയായിരുന്നു. അവൾ നല്ലൂക്കാലായി കുറേ പൊലേമാരുടെ കഷയായിരുന്നു അവിടെ വീട്ടിൽ. പൊലേമാരെ എല്ലാം വിളിച്ച് കയറ്റി. കുഞ്ഞുമോന്, വിനോദ്, പിന്നെ എത്ര എണ്ണം ആടി പൊലേനെ എല്ലാം വിളിച്ച് കയറ്റി വെച്ചുകൊണ്ടിരുന്നു. ഇപ്പം നീ എവിടെ അടി? നിൻ്റെ ഫോണെല്ലാം ഓഫാണല്ലോടി. നീ ഇവിടെ കയറി കുറേ എണ്ണത്തിന് ഇവിടെ കയറ്റി വെച്ചുകൊണ്ടിരുന്നല്ലോ നീ. ശീലനെയും മറ്റവനെയും മറിച്ചവനെയും കുറേ പത്മജനെയും കുറേ സുബ്രഹ്മണ്യനെയും അവൻ്റെ റേഷനരി കുറേ നീ വാങ്ങിച്ച് തിന്നെന്നാണ് പറയുന്നത്. നാണമില്ലാത്തവൾ രാവിലെ കുറേ ഓട്സും കാച്ചി കുടിച്ചേച്ച് അവൾ ഇവിടെ വന്നിരിക്കുമായിരുന്നു ആണുങ്ങളെല്ലാം കയറ്റി ഇവിടെ വെക്കാൻ വേണ്ടിയിട്ട്. തീർന്നില്ലോടി നിൻ്റെ സൂക്കേടൊന്നും? തീർന്നിച്ച് നീയൊക്കെ നിൻ്റെ കാര്യം നോക്കാൻ നോക്കടി. എന്തോടി എൻ്റെ പുറകിൽ നടക്കുന്നത്? LLB വെച്ച് ഇൻഷുറൻസ് വേണം, LLB ജോബ് ലോസ് ഇൻഷുറൻസ് വേണമെന്ന് പറഞ്ഞ് പുറകിൽ നടക്കുന്ന പെണ്ണുങ്ങളുടെ ഇനിയെങ്കിലും നിർത്താറായില്ലോടി നിനക്കൊക്കെ? അവനവൻ്റെ കാര്യം നോക്കി ജീവിക്കാം. നീയൊക്കെ ചത്തുപോയാൽ നീ അടുത്ത ജന്മത്തിൽ ആരെ പറ്റിച്ച് ഇതുപോലെ തിന്നുപടി? നീയൊക്കെ ആരെ പറ്റിച്ചും ഇതാക്കി നീയൊക്കെ തിന്നും? നീയൊക്കെ നശിച്ച് നാരായണക്കല്ല് വെച്ച് പോത്തേ ഉള്ളൂ. നിൻ്റെ കുടുംബം വെണ്ണീറിട്ട് പോത്തേ ഉള്ളൂ നിൻ്റെയൊക്കെ. അല്ലാതെ നീയൊന്നും ഗുണം പിടിക്കാനും ഗതി പിടിക്കാനും പോകുന്നില്ല. ജലജയെന്ന് പറയുന്നവിടെ നിൻ്റെ മൂത്ത മോൻ എങ്ങനെയാണ് പഠിച്ചതെന്ന് എനിക്ക് നല്ലപോലെ അറിയാം കേട്ടോ. നിൻ്റെ 10ാം ക്ലാസ്സിലെ സയൻസുമൊക്കെ നീ പുറകിന് കുറേ ആറ്റി കുളിക്കാൻ പോകുമ്പോഴെല്ലാം നീ കുറേ പുറകിന് നടന്ന് പറിച്ചോണ്ട് പോയതൊക്കെ നല്ലപോലെ എനിക്കറിയാം. നാണമില്ലോടി നിൻ്റെ മോൻ എന്ത് ചെയ്യുന്നിട്ട്? വായി നോക്കിയെല്ലാം നടക്കുക. ഒന്നും അക്ഷരം പോലും പഠിക്കാത്ത വായി നോക്കി.